ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്കൊരു ഈദ് സ്പെഷ്യൽ ആയാലോ. അപ്പോൾ ഒരു അടിപൊളി ഡെസേർട്ടിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു വെറൈറ്റി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പാന് വെച്ചിട്ടുണ്ട്. ചൂടായ സമയത്തോട്ടേക്ക് ഗീ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അതിൽ നേന്ത്രപ്പഴം ഒരു 3 നേന്ത്രപ്പഴം, പഴുത്ത നേന്ത്രപ്പഴം ചേർത്ത് കൊടുത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ സാധാരണ പഴമൊക്കെ വഴറ്റിയെടുക്കൂലേ, അതുപോലെ വഴറ്റിയെടുത്താൽ മതി. അതിലോട്ടേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നല്ലതുപോലെ ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കുകയാണ്. ഒരു ബ്രൗൺ കളർ ആക്കി എടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ആക്കിയെടുത്തോ, അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതൊന്ന് മാറ്റി വെക്കാം. പിന്നെ ഒരു 1/2 ലിറ്റർ പാല് പാനിൽ ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ചെറിയൊരു ബൗളിലോട്ടേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, കുറച്ച് പാൽ ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് കട്ട കെട്ടാതെ ഒന്ന് മിക്സാക്കി എടുക്കുകയാണ്. എന്നിട്ട് പാലൊന്ന് ചൂടായി വരുമ്പോൾ തന്നെ അതിലോട്ടേക്ക് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പഴത്തിന് ചേർത്ത് കൊടുത്തത് കൊണ്ട് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് കോൺഫ്ലോർ മിക്സ് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ. അടിക്ക് പിടിക്കും, അതുകൊണ്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കുറച്ച് തിക്കാക്കി എടുക്കാം. അപ്പോൾ നല്ലതുപോലെ തിക്കായിട്ട് വേണം എന്നുണ്ടെങ്കിൽ കോൺഫ്ലോർ കുറച്ച് കൂടുതലാക്കി എടുത്താൽ മതി. ഞാനിവിടെ കോരി കഴിക്കുന്ന പരുവത്തിലാണ് ആക്കിയെടുക്കുന്നത്, അതുകൊണ്ട് ഞാൻ കോൺഫ്ലോർ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ചെറുതായി ഒന്ന് തിക്കായി വരുന്ന സമയത്ത് നമ്മൾ സെറ്റാക്കാൻ വെച്ച ഒരു ബൗളിലോട്ടേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് പഴം അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. മുഴുവനായി ഇട്ട് കൊടുത്തിട്ടില്ല, ഒന്ന് ഡെക്കറേഷൻ ചെയ്യാനുള്ളത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ച് നല്ലതുപോലെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ പഴം, അതേപോലെ തന്നെ അണ്ടിപ്പരിപ്പ്, പിന്നെ ബദാം ക്രഷാക്കിയത്, അതൊക്കെ ഒന്ന് ചേർത്ത് ഒന്ന് ഡെക്കറേഷൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഒരു അടിപൊളി ഡെസേർട്ട് ഇവിടെ റെഡിയാണ്. അപ്പോൾ ഇപ്രാവശ്യത്തെ ഈദിന് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ, ഫീഡ്ബാക്ക് അറിയിക്കൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ഇനി നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ. ബൈ.